പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഫ്രാൻസ്, യുകെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ സിസ്റ്റമാണ് സ്ട്രാറ്റസ്. MBDA ആണ് ഈ മിസൈൽ നിർമ്മിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ റാഫേലിൽ ഉപയോഗിക്കുന്ന സ്കാൽപ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ, മീറ്റിയോർ എയർ ടു എയർ മിസൈൽ എന്നിങ്ങനെ ലോകോത്തരമായ മിസൈലുകൾ നിർമ്മിക്കുന്ന യൂറോപ്യൻ കമ്പനിയാണ് MBDA. സ്ട്രാറ്റസ് മിസൈൽ നിർമ്മിക്കുന്നതിൽ പങ്കാളികളാകുവാൻ MBDA ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ്. സ്ട്രാറ്റസ് മിസൈലിന്റെ കമ്പോണന്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുവാനും ടെക്നോളജി ഷെയർ ചെയ്യുവാനും മിസൈലിന്റെ സബ്സിസ്റ്റങ്ങൾ സംയുക്തമായി നിർമ്മിക്കുവാനും ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ സ്ട്രാറ്റസ് മിസൈൽ ഇന്റഗ്രേറ്റ് ചെയ്യുവാനും MBDA തയ്യാറാണ്. ഇത്തരമൊരു കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു കരാറിലേക്ക് എത്തിച്ചേരുന്ന നിലയിലേക്ക് ഇതുവരെയും കാര്യങ്ങൾ എത്തിയിട്ടില്ല. സ്ട്രാറ്റസ് മിസൈലുകൾ മുൻപ് ഫ്യൂച്ചർ ക്രൂയിസ് ബാർ ആന്റി ഷിപ്പ് വെപ്പൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്ട്രാറ്റസ് മിസൈൽ ഫാമിലിയിൽ 2 മിസൈലുകളാണുള്ളത്. സ്ട്രാറ്റസ് ലോ ഒബ്സർവബിൾ എന്ന സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലും സ്ട്രാറ്റസ് റാപ്പിഡ് സ്ട്രൈക്ക് എന്ന സൂപ്പർസോണിക് മിസൈലുമാണിവ. യൂറോപ്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിലെല്ലാം നിലവിൽ ഉപയോഗിക്കുന്ന സ്കാൽപ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകളെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ട്രാറ്റസ് ലോ ഒബ്സർവബിൾ ക്രൂയിസ് മിസൈൽ നിർമ്മിക്കുന്നത്. എക്സോസെറ്റ്, ഹാർപൂൺ എന്നിങ്ങനെയുള്ള ആന്റി ഷിപ്പ് മിസൈലുകളെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ട്രാറ്റസ് റാപ്പിഡ് സ്ട്രൈക്ക് എന്ന സൂപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. സ്കാൽപ്, എക്സോസെറ്റ്, ഹാർപൂൺ എന്നീ 3 മിസൈലുകളും ഇന്ത്യയും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ റാഫേൽ എയർക്രാഫ്റ്റുകളിൽ സ്കാൽപ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ നേവിയുടെ P-8I എയർക്രാഫ്റ്റുകളിൽ ഹാർപൂൺ മിസൈലുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സോസെറ്റ് മിസൈൽ ഇന്ത്യൻ നേവിയുടെ റാഫേൽ M എയർക്രാഫ്റ്റുകളുടെ ഭാഗമായും കാൽവാരി ക്ലാസ് സബ്മറൈനുകളുടെ ഭാഗമായും ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 ആന്റി ഷിപ്പ് മിസൈലുകളെയും റീപ്ലേസ് ചെയ്യുന്നതിന് കൂടി വേണ്ടിയാണ് സ്ട്രാറ്റസ് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഓഫർ MBDAയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. സ്ട്രാറ്റസ് ലോ ഒബ്സർവബിൾ ക്രൂയിസ് മിസൈൽ ഒരു അൾട്രാ സ്റ്റെൽത്തി ക്രൂയിസ് മിസൈലാണ്. ശത്രുക്കളുടെ വളരെ ഉള്ളിൽ ചെന്ന് ആക്രമണം നടത്തുവാൻ ഇവയ്ക്ക് കഴിയും. വളരെയധികം സ്റ്റെൽത്തി ആയതുകൊണ്ട് തന്നെ റഡാറുകൾ ഉപയോഗിച്ച് ഇവയെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. 1500 കിലോമീറ്റർ വരെ റേഞ്ച് ഇവയ്ക്കുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഗ്രൗണ്ട് ടാർഗറ്റുകളെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് എങ്കിലും സെക്കൻഡറി റോളായി ആന്റി ഷിപ്പ് കേപ്പബിലിറ്റിയും ഇവയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കറാണ് ഇവയിൽ ടെർമിനൽ ഗൈഡൻസിനായി ഉപയോഗിക്കുന്നത്. സ്ട്രാറ്റസ് ലോ ഒബ്സർവബിൾ മിസൈലിനെ പോലെ സ്റ്റെൽത്തി ആയിട്ടുള്ള കാറ്റ്സ് ഹണ്ടർ എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് അവരുടെ കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റസ് മിസൈലിനെ പോലെ തന്നെ കാറ്റ്സ് ഹണ്ടറും ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. കാറ്റ്സ് ഹണ്ടറിന് 200 മുതൽ 300 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. സ്ട്രാറ്റസ് മിസൈലിനെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. റേഞ്ച് കൂടിയ എയർ ലോഞ്ച്ഡ് നിർഭയ് ക്രൂയിസ് മിസൈലും ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എയർ ലോഞ്ച്ഡ് നിർഭയ് ക്രൂയിസ് മിസൈൽ സ്റ്റെൽത്തി ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടർബോജെറ്റ് എഞ്ചിൻ തന്നെയാണ് ഇവയുടെയും പ്രൊപ്പൽഷൻ സിസ്റ്റം. 1000 കിലോമീറ്റർ വരെ റേഞ്ച് ഇവയ്ക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സ്ട്രാറ്റസ് മിസൈലിന് എയർബോൺ നിർഭയ് ക്രൂയിസ് മിസൈലിനേക്കാൾ കൂടുതൽ സ്റ്റെൽത്തി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. കാറ്റ്സ് ഹണ്ടർ ക്രൂയിസ് മിസൈൽ ഏറെക്കുറെ സ്ട്രാറ്റസ് ലോ ഒബ്സർവബിൾ മിസൈലിനെ പോലെ തന്നെ സ്റ്റെൽത്തി ആണെങ്കിലും ഇവ ചെറുതും റേഞ്ച് കുറഞ്ഞവയുമാണ്. സ്ട്രാറ്റസ് മിസൈൽ വഴി ഇന്ത്യ നിർമ്മിക്കുന്ന മിസൈലുകളേക്കാൾ ഗണ്യമായ ഒരു അഡ്വാൻറ്റേജ് നൽകുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. സ്ട്രാറ്റസ് മിസൈൽ ഫാമിലിയിലെ 2ാമത്തെ മിസൈലാണ് സ്ട്രാറ്റസ് റാപ്പിഡ് സ്ട്രൈക്ക്. സ്ട്രാറ്റസ് റാപ്പിഡ് സ്ട്രൈക്ക് ഒരു സൂപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈലാണ്. റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സസ്റ്റെയിൻഡ് സൂപ്പർസോണിക് വേഗത അച്ചീവ് ചെയ്യുവാൻ റാംജെറ്റ് പ്രൊപ്പൽഷൻ വളരെ ഉത്തമമാണ്. നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിലും റാംജെറ്റ് എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബ്രഹ്മോസ് മിസൈലിന്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസും ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. സ്ട്രാറ്റസ് റാപ്പിഡ് സ്ട്രൈക്കിന് ഏകദേശം 800 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകുമെന്ന് കരുതുന്നു. റേഡിയോ ഫ്രീക്വൻസി അഥവാ RF സീക്കറാണ് റാപ്പിഡ് സ്ട്രൈക്കിൽ ടെർമിനൽ ഗൈഡൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബ്രഹ്മോസിനേക്കാൾ പറയത്തക്ക അഡ്വാൻറ്റേജ് ഒന്നും തന്നെ നിലവിൽ റാപ്പിഡ് സ്ട്രൈക്കിനില്ല. റാപ്പിഡ് സ്ട്രൈക്ക് മിസൈലിന് ഒരുപക്ഷെ ബ്രഹ്മോസിനേക്കാൾ മാനുവറബിലിറ്റി ഉണ്ടാകാം. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റാംജെറ്റ് എഞ്ചിനുകൾ ബ്രഹ്മോസിന് വേണ്ടി ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ റാംജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പർസോണിക് വേഗതയോട് അടുത്ത വേഗതയിൽ സഞ്ചരിക്കുവാൻ ബ്രഹ്മോസിന് കഴിയും. അതുപോലെ തന്നെ നിലവിലുള്ള ബ്രഹ്മോസിനേക്കാൾ ചെറിയ ബ്രഹ്മോസ് NG എന്ന വേരിയന്റ് ബ്രഹ്മോസ് എയ്റോസ്പേസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ പുതിയ ജനറേഷൻ ബ്രഹ്മോസ് മിസൈലുകൾ കൂടി എത്തുന്നതോടുകൂടി റാപ്പിഡ് സ്ട്രൈക്ക് പോലെയുള്ള ഒരു മിസൈലിന്റെ ആവശ്യകത ഇന്ത്യക്ക് ഇല്ല എന്ന് തന്നെ പറയാം. മൊത്തത്തിൽ MBDAയുടെ ഈ 2 മിസൈലുകളും ഇന്ത്യക്ക് നിലവിലുള്ളതിനേക്കാൾ കാര്യമായ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് നൽകുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ MBDAയുടെ ഈ ഓഫർ ഇന്ത്യ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.